കാറ്റാടിക്കാടിന്റെ ഉള്ളിൽ മുളങ്കൂട്ടങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭാഗത്തായിരുന്നു തമ്പു എന്ന ആനക്കുട്ടി അവന്റെ അമ്മ ആനയ്ക്കും കാട്ടാനക്കൂട്ടത്തിനുമൊപ്പം താമസിച്ചിരുന്നത്. വലിയ ചെവികളും തുമ്പിക്കൈയും ഉണ്ടക്കണ്ണുമൊക്കെയുള്ള തമ്പു ആ കാട്ടിലെ ഏറ്റവും വികൃതിയായ കുട്ടിയാനയായിരുന്നു. എപ്പോഴും അവന്റെ കണ്ണിൽ ഒരു കുസൃതി ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കാട്ടിലാകെ ഓടി നടന്ന് മറ്റു മൃഗങ്ങളുമായി കൂട്ടുകൂടാനും ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമൊക്കെ ഏറെ മിടുക്കുള്ളവനായിരുന്നു തമ്പു. അമ്മയുടെ കണ്ണൊന്നു തെറ്റിയാൽ തമ്പു കണ്ണെത്താ ദൂരത്തോളം ഓടിക്കളയും. പിന്നീട് അവനെ അമ്മയാൻ അന്വേഷിച്ച് നടക്കണം. പക്ഷികളോടും തുമ്പികളോടും ഒക്കെ കുറുമ്പ് കാട്ടി നടക്കാനാണ് തമ്പുവിനിഷ്ടം. തമ്പുവിന്റെ ഈ ഓട്ടം കാണുമ്പോഴൊക്കെ അവന്റെ അമ്മ പറയും, മോനെ തമ്പു, അധിക ദൂരം പോകല്ലേ. പക്ഷെ ആര് കേൾക്കാൻ? തമ്പു അതൊക്കെ കേട്ടില്ലെന്ന് നടിക്കും. അവൻ തത്തക്കൂട്ടത്തെ പേടിപ്പിച്ചോടിക്കുകയും അവരുടെ മേൽ തുമ്പിക്കൈയിലെടുത്ത വെള്ളം ചീറ്റിക്കുകയും മരക്കൊമ്പിലിരിക്കുന്ന കുരങ്ങിന്റെ വാൽ തുമ്പിക്കൈ കൊണ്ട് വലിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒറ്റയ്ക്ക് നദിയിൽ പോയി കളിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അമ്മ ആന തമ്പുവിനെ അടുത്തുള്ള വെള്ളക്കെട്ടിലേക്ക് കൊണ്ടുപോയി. വെള്ളം കണ്ടതും തമ്പുവിന് സന്തോഷമായി. അമ്മ ആന മറ്റു ആനകളുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് തമ്പു ആന ആ കാഴ്ച കണ്ടത്. മരങ്ങളിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന തിളങ്ങുന്ന ചുവന്ന പ്രാണികളുടെ ഒരു വലിയ നിര. കൊള്ളാമല്ലോ, രസകരമായി ഒന്നിനു പിറകെ ഒന്നായി പ്രാണികൾ പോകുന്നു. അതും ഒന്നും രണ്ടും പ്രാണികളല്ല, ആയിരക്കണക്കിന് പ്രാണികൾ. ഇവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? തമ്പു ആലോചിച്ചു. തമ്പുവിന് ജിജ്ഞാസ അല്പം കൂടുതലാണല്ലോ. തന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനവും കാണില്ല. അതുകൊണ്ട് തന്നെ തമ്പു ആ പ്രാണികളെ പിന്തുടരാൻ തീരുമാനിച്ചു. പാറക്കെട്ടുകൾക്കിടയിലൂടെയും വള്ളികൾക്കിടയിലൂടെയും ഉയരമുള്ള പുല്ലുകൾക്കിടയിലൂടെയും അവൻ പ്രാണികളെ പിന്തുടർന്നു. അങ്ങനെ പോയി പോയി തമ്പുവിന് പൂർണ്ണമായും വഴിതെറ്റി. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ആകാശമിരുണ്ടു, ഇടിമുഴക്കം തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് താൻ ഏറെ വൈകിയെന്നും ഏറെ ദൂരെയാണെന്നും തമ്പു തിരിച്ചറിഞ്ഞത്. പേടി കൊണ്ട് തമ്പു കരയാൻ തുടങ്ങി. മഴ ശക്തിയിൽ പെയ്യുകയാണ്. അമ്മേ! പേടിയോടെ അവൻ വിളിച്ചു, അമ്മ, അമ്മ എവിടെയാ? ശക്തമായ കാറ്റിലും മഴയിലും തമ്പുവിന്റെ ശബ്ദം ആരും കേട്ടില്ല. തിരിച്ചു വരുന്ന വഴി അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ കണ്ണിലും ഓർമ്മയിലും ഒക്കെ പിന്തുടർന്ന പ്രാണികളുടെ ദൃശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെരുമഴയത്ത് തണുത്തു വിറച്ച് അവൻ കരയാൻ തുടങ്ങി. അമ്മ, എന്നെ രക്ഷിക്ക്, ഞാൻ അമ്മ പറഞ്ഞത് കേൾക്കണമായിരുന്നു, അവൻ സങ്കടത്തോടെ പറഞ്ഞു. അതിനിടയിൽ തമ്പുവിനെ കാണാനില്ലെന്ന് അമ്മയാന മനസ്സിലാക്കി. സങ്കടം സഹിക്കാനാവാതെ അമ്മയാന കാട്ടിലൂടെ ഉച്ചത്തിൽ കരഞ്ഞു നടന്നു. തത്തകളും കുരങ്ങുകളും ഹിപ്പോകളുമെല്ലാം കുഞ്ഞനാനയെ തിരയാൻ അമ്മയെ സഹായിച്ചു. തത്തകളുടെ കൂട്ടമാണ് മഴ നിലച്ചപ്പോൾ തമ്പുവിനെ കണ്ടെത്തിയത്. ഉടനെ അവർ അമ്മയാനെ വിവരമറിയിച്ചു. അങ്ങനെ അമ്മയാന പാറക്കെട്ടുകൾക്കിടയിൽ പേടിച്ചു നിൽക്കുന്ന തമ്പുവിന്റെ അടുത്തെത്തി. തമ്പു! അമ്മയാന തുമ്പിക്കൈ കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സോറി അമ്മ, എന്നോട് ക്ഷമിക്കണം. തമ്പു സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് നിന്നു. ഇനി ഞാൻ ഒരിക്കലും അമ്മയെ വിട്ടോടിപ്പോവില്ല. അമ്മയാന അവനെ ചേർത്ത് പിടിച്ചു. മകനെ തിരയാൻ കൂടെ കൂടിയ തത്തക്കൂട്ടത്തിനും മറ്റു മൃഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കാട്ടാനക്കൂട്ടത്തിലേക്ക് അവർ നടന്നു നീങ്ങി. ആ ദിവസം മുതൽ തമ്പു ആ കാട്ടിലെ ഏറ്റവും മിടുക്കനായ അനുസരണയുള്ള ആനക്കുട്ടിയായി മാറി. കഥയുടെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? എപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കണം. അവർ പറയുന്നത് കേൾക്കണം. നിങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയാണ് അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ?